നമസ്കാരം. ആനകേരളത്തിലെ എല്ലാ ഗജഗണങ്ങൾക്കും ആനപ്രേമികൾക്കും കൂട്ടുകാർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് സൂര്യവുഡ് ആനപ്പെരുമയുടെ പുതിയൊരു അധ്യായത്തിന് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. കൊല്ലം ആനയടി ഗജമേളയോടെ ആരംഭിച്ച ആനപ്പെരുമയുടെ ജൈത്രയാത്ര ഇന്ന് ഒരു വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. ആനപ്പെരുമ സംഘത്തിന് പ്രേക്ഷകർ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും അഗൈതവുമായ നന്ദി അറിയിക്കുക കൂടിയാണ് ആനപ്പെരുമ സംഘം. ഇന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ എത്തി നിൽക്കുന്നത് കൊല്ലം ആനയടി ഗജമേള നടക്കുന്ന ശ്രീ നരസിംഹമൂർത്തിയുടെ മണ്ണിലാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആനയടി പൂരത്തെക്കുറിച്ചും ഗജമേളയെക്കുറിച്ചും നിങ്ങൾക്ക് മുന്നിൽ സമഗ്രമായി എത്തിച്ചിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ആനയടി പൂരത്തിന്റെയും ഗജമേളയുടെയും കാഴ്ചകൾ കാണാം. കേരളത്തിലെ പ്രസിദ്ധരായ ഗജവീരന്മാരടക്കം 70-ൽ പരം ആനകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ആനയടി ഗജമേള. അഭീഷ്ടകാര്യസിദ്ധിക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിനുമായി ഇവിടെ നിരവധി ഭക്തരാണ് ആനകളെ എഴുന്നള്ളിക്കുന്നത്. പങ്കെടുക്കുന്ന ആനയടി ഉത്സവം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗജമേളകളിൽ ഒന്നാണ്. ഒരുപാട് പ്രത്യേകതകളും ചരിത്ര പ്രാധാന്യവുമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് മുറജപകാലത്ത് മലബാറിൽ നിന്നും തിരുവിതാംകൂറിൽ എത്തിയ ഒരു ബ്രാഹ്മണൻ മുറജപം കഴിഞ്ഞ് മടങ്ങും വഴി ശൂരനാട് വടക്ക് ആനയടി അറയ്ക്കൽ ഇല്ലത്ത് എത്തി 3 ദിവസത്തെ വിശ്രമത്തിന് ശേഷം പുറപ്പെടുവാനൊരുങ്ങിയപ്പോൾ തന്റെ കയ്യിലുള്ള ഉപാസനാമൂർത്തിയുടെ ചെറിയ വിഗ്രഹം എത്ര ശ്രമിച്ചിട്ടും എടുക്കുവാൻ സാധിച്ചില്ല. ഈ സംഭവം ഇല്ലത്തുള്ളവരെ അറിയിച്ചുകൊണ്ട് ബ്രാഹ്മണൻ പറഞ്ഞു, ഇത് എന്റെ ഉപാസനാമൂർത്തിയായ നരസിംഹമാണ്. ഇനി മുതൽ ഇവിടെയാണ് ഈ മൂർത്തിയുടെ ഇരിപ്പിടം. ആയതിനാൽ ഉചിതമായ ക്ഷേത്രം നിർമ്മിച്ച് പൂജാവിധികളാൽ ധന്യമാക്കണമെന്നും ബ്രാഹ്മണൻ അറിയിച്ചു. ഉപാസനാമൂർത്തിയോടൊപ്പം തന്റെ പക്കലുണ്ടായിരുന്ന ആനയുടെ വിഗ്രഹവും നൽകി അദ്ദേഹം മടങ്ങുകയായിരുന്നു. ഇതോടെ ഭഗവാന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൈഷ്ണവ ആരാധന കേന്ദ്രമാണ്. ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ചിത്രലിഖിതങ്ങളായ വട്ടെഴുത്ത്, ചുട്ടെഴുത്ത്, കോലെഴുത്ത് തുടങ്ങിയ പ്രാചീന ശിലാലിഖിതങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിന് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ളതായി പഴമക്കാർ വിശ്വസിക്കുന്ന മഹത്തായ ഒരു ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലബാറിൽ നിന്ന് മുറജപത്തിന് തിരുവിതാംകൂറിലെത്തിയ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ
വിശ്രമിക്കുന്നതിനായി യാത്രാമധ്യേ ആനയടി ഈ പ്രദേശത്തെത്തുകയും 2-3 ദിവസത്തെ യാത്രാക്ഷീണമെല്ലാം മാറ്റി ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്റെ ഉപാസനാമൂർത്തിയായ തന്റെ കൈവശമുണ്ടായിരുന്ന ആ ചെറിയ വിഗ്രഹം ഇവിടെ നിന്ന് എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് അവിടെ ഉറച്ചു പോയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ വീട്ടിലുള്ള ആ പഴയ ഇല്ലത്തുണ്ടായിരുന്ന ആളുകളോട് ഇത് എന്റെ ആരാധനാമൂർത്തിയായ നരസിംഹമാണെന്നും ഈ നരസിംഹമൂർത്തിക്ക് ആസ്ഥാനം ഇവിടെയാണ്, അതുകൊണ്ട് ഇതിന്റെ ഇരിപ്പിടമായ ഈ സ്ഥലം നിങ്ങൾ ഉചിതമായ ക്ഷേത്ര പണിത് വിശ്വാസപൂർവ്വം ഇവിടെ ആരാധനാ സങ്കല്പങ്ങളെല്ലാം നടത്തണം എന്ന് പറഞ്ഞിട്ട് മുറകുറത്തിന് വന്ന ബ്രാഹ്മണൻ ഇവിടെ നിന്ന് കടന്നുപോയതായിട്ടാണ് പഴമത്തെ ഐതിഹ്യ രൂപേണ പറഞ്ഞു തരുന്നത്. 1500 വർഷങ്ങളോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും ഏറെ വ്യത്യസ്തമാണ്. ആനയടി എന്ന പേര് പോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ആനയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ആനയെ എഴുന്നള്ളിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് ഭഗവാനെ എന്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നാൽ അടുത്ത വർഷം ആനയെ വഴിപാടായി എഴുന്നള്ളിച്ചു കൊള്ളാം എന്ന് നേർന്നാൽ ആ കാര്യം നടന്നിരിക്കും എന്നാണ് ഭക്തരുടെ വിശ്വാസം. അത് ും സ്വദേശികളുമടക്കം ആയിരങ്ങളാണ് ആനയടി പൂരത്തിന്റെ ആവേശ കാഴ്ചകളിൽ അലിയാനെത്തുന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഭക്തർ വഴിപാടായാണ് ആനകളെ എഴുന്നള്ളിക്കുന്നത്. ആനയുടെ ഏക്കത്തുക അടച്ച് തങ്ങളുടെ വഴിപാട് നടത്തുകയാണ് പതിവ്. ആനയടി പൂരത്തെക്കുറിച്ചും ഗജമേളയെക്കുറിച്ചും കൂടുതൽ അറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ആനപ്പെരുമയും ആഹ്ലാദാരവങ്ങളും ആനന്ദലഹരി സമ്മാനിക്കുന്ന മേളപ്പെരുമഴയുമെല്ലാം സമ്മാനിക്കുന്നതാണ് ആനയടി പൂരവും ആനയടി ഗജമേളയും. കേരളത്തിലെ പ്രശസ്തരായ കൊമ്പന്മാർ എത്തിച്ചേരുന്നു എന്നതാണ് ഈ ഒരു മേളയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ആനകൾ പങ്കെടുക്കുന്ന മേളയായി കൂടി ആനയടി പൂരത്തെയും ഗജമേളയും കണക്കാക്കുന്നു. ഗജസൗന്ദര്യത്താലും തലപ്പൊക്കത്തിന്റെ മഹിമ കൊണ്ടും പൂരപ്പറമ്പുകളെ ആവേശത്തിലാഴ്ത്തി ജനഹൃദയങ്ങളിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന 75ഓളം ഗജവീരന്മാരാണ് ഇത്തവണ ആനയടി ഗജമേളയിൽ അണിനിരന്നത്. ആനച്ചന്തത്തിന്റെ കൺകണ്ട രൂപങ്ങളായ നരസിംഹദാസൻ പാലക്കത്തറ റാവു, തൃക്കടവൂർ ശിവരാജു, പാമ്പാടി രാജൻ, ചിറക്കൽ കാളിദാസൻ, ഗുരുവായൂർ വലിയ കേശവൻ, മംഗലാംകുന്ന് കർണൻ, പാല കുട്ടിശങ്കരൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ, ചെർപ്പുളശ്ശേരി പാർത്തൻ തുടങ്ങി ഗജരാജ സൗന്ദര്യത്താലും നിലവുകൊണ്ടും പൂരപ്പറമ്പുകളെ ആവേശത്തിന്റെ കൊടുമുടി കയറ്റി ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഗജകേസരികളെല്ലാം തന്നെ ഒരു ഒറ്റ പൂരത്തിന് മാറ്റുരയ്ക്കുന്ന
അവിസ്മരണീയ കാഴ്ചയും ആനയടി ഗജമേളയിൽ അനുഭവിച്ചറിയാം. ഉത്സവ ദിനത്തിൽ ഉച്ചതിരിഞ്ഞ് 3:30 ദേവൻ ഗ്രാമപ്രദക്ഷിണത്തിനായി ക്ഷേത്രത്തിൽ നിന്നും ഗജകേസരി പാലക്കത്തറ റാവുവിന്റെ പുറത്തു കയറി കൂട്ടാനകളുടെ അകമ്പടിയോടെ നാട് കാണാൻ ഇറങ്ങുന്നതും ഏറെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗ്രാമമാണ് ഉത്സവ ദിവസം നരസിംഹമൂർത്തി പ്രദക്ഷിണം ചെയ്യുക. ഭഗവാനെ സ്വീകരിക്കുന്നതിനായി ഓരോ സ്ഥലങ്ങളിലും കെട്ടുകാഴ്ചകളും അവിടെ നിന്നും എഴുന്നള്ളിക്കുന്ന ആനകളും ഭഗവാന് അകമ്പടിയാകും. വർഷങ്ങളായി നരസിംഹസ്വാമിയുടെ തിടമ്പേറ്റാനുള്ള നിയോഗം നരസിംഹദാസൻ പാലക്കത്തറ റാവുവിനാണ്. ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് വൈകിട്ട് 5:30 ഭഗവാൻ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. ഒപ്പം ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഭക്തർ സമർപ്പിച്ച ഗജശ്രേഷ്ഠന്മാരും കാളക്കളി, രഥം, തേര് തുടങ്ങി വൈവിധ്യമാർന്ന ഒട്ടേറെ കെട്ടുകാഴ്ചകളുമായി ഓരോ ദേശക്കാരും ഭഗവാനോടൊപ്പം ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുന്നു. കെട്ടുകാഴ്ചകളെല്ലാം ക്ഷേത്ര മൈതാനിയിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉത്സവലഹരി വാനോളം ഉയരുകയായി. ഈ സമയം ഏക്കറുകളോളം വരുന്ന വയലെല്ലാം ഒരു മുട്ടുസൂചി കുത്താൻ പോലും പഴുതില്ലാത്ത വിധം ജനസാഗരമായി മാറുന്നു. ഓരോ ആനകൾ എത്തുമ്പോഴും ആർപ്പു വിളിച്ചും മേളത്തിനൊപ്പം താളം പിടിച്ചും കണ്ണിനും കാതിനും മനസ്സിനും ഇമ്പമാർന്ന കാഴ്ചകൾ ഒരുക്കി ആനയടി ഗജമേള പതിനായിരങ്ങളുടെ ഒത്തുചേരൽ കൂടിയായി മാറുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും നൂറുകണക്കിന് കൂടി വരികയാണ്. ഈ വർഷം ആന ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ 9ാം തിരുവുത്സവ ദിവസമായി ഇന്നലെ 550 ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ 10,000 രൂപ ഫീസ് അടച്ച് അവിടെ നേർച്ച നിറവേറ്റിയിട്ടുണ്ട്. ഇന്നേ ദിവസം ഏകദേശം 75 ആനകളാണ് ഇന്ന് ഈ ദേശത്തു നിന്നും വിവിധ മേഖലകളിൽ നിന്നുമായിട്ട് വരുന്നത്. ഈശ്വരനെ മികച്ച എല്ലാ ഗജശ്രേഷ്ഠന്മാരും ഇന്നത്തെ ഈ ഗജോത്സവത്തിൽ പങ്കെടുക്കുന്നവരും നേർച്ചയായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. വയലിൽ പകുതിയോളം ആനകൾ അണിനിരന്ന ശേഷമാണ് തലയെടുപ്പിന്റെയും ഗജസൗന്ദര്യത്തിന്റെയും നേർക്കാഴ്ചയായ കൊമ്പന്മാർ ഇവിടേക്ക് കടന്നു വരുന്നത്. ആരാധകരിൽ ലഹരി നിറച്ച് തൃക്കടവൂർ ശിവരാജുവും പാമ്പാടി രാജനും കാളിയും പാർത്തനും പാലാ കുട്ടിശങ്കരനും മംഗലാംകുന്ന് കർണനും ഈരാറ്റുപേട്ട അയ്യപ്പനും ഗുരുവായൂർ വലിയ കേശവനും തുടങ്ങി അളവിന്റെയും നിലവിന്റെയും സൗന്ദര്യ തികവിന്റെയുമെല്ലാം നേർക്കാഴ്ചകളായ ഗജകേസരി ഇതിഹാസങ്ങൾ ഓരോരുത്തരായി ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് വയലിലേക്കിറങ്ങുന്ന ആ സുന്ദര മനോഹര കാഴ്ചകൾ വർണ്ണിക്കുവാൻ വാക്കുകൾ പോലും മതിയാകില്ല. ആറു മണിയോടുകൂടി ആനകളെല്ലാം തന്നെ വയലിൽ അണിനിരന്നപ്പോൾ ആ മനോഹര കാഴ്ചയുടെ വർണ്ണം 10 മടങ്ങ് ഉയർത്തുവാനെന്നോണം പടിഞ്ഞാറേ ചക്രവാളം ചുവന്നു തൊടുത്തുകൊണ്ടിരുന്നു. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ ആ ചുവപ്പുരാശിയിൽ പൊന്നണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയും ഏറെ നയനാനന്ദകരമാണ്. 6:30 വയലിന്റെ മധ്യത്തിലായി പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിലേക്ക് മേള കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടിയും സംഘവും പ്രവേശിച്ചതോടെ പാണ്ടിമേളത്തിന്റെ അനന്തമായ സാഗരത്തിലേക്ക് നാം ഓരോരുത്തരായി സ്വയം അറിയാതെ അലിഞ്ഞില്ലാതാവുകയായിരുന്നു. മകരമാസത്തിലെ തിരുവോണനാളിലെ ഉത്സവ ദിവസം രാവിലെയുള്ള ശ്രീഭൂതബലി കഴിഞ്ഞാൽ ഭഗവാൻ അന്ന് വൈകിട്ട് വരെ ശ്രീകോവിലിലല്ല, പകരം ബലിക്കല്ലിന് മുൻപിലിരുന്നാണ് ഭക്തർക്ക് ദർശന പുണ്യം നൽകുന്നത്. ആനയടി ഗജമേളയ്ക്കും കൂട്ടി എഴുന്നള്ളിപ്പിനും ശേഷം വൈകിട്ട് ആറാട്ട് നടക്കും. പൂരത്തിനെത്തിയ തലയെടുപ്പുള്ള കൊമ്പന്മാരെ അണിനിരത്തി പ്രസിദ്ധമായ ആനയടി പൂരവും കൊടിയിറക്കവും നടക്കും.
ആനയെ വഴിപാടായി എഴുന്നള്ളിക്കുന്ന ഭക്തരിൽ അനുഗ്രഹം ചൊരിഞ്ഞും ഉദ്ദിഷ്ടകാരി സിദ്ധി പ്രസാദകനായും വിളിപ്പുറത്തുള്ള മൂർത്തിയായും നരസിംഹസ്വാമി ആനയിടി ക്ഷേത്രത്തിൽ വാണരുളുകയാണ്. ഒപ്പം തലയെടുപ്പിന്റെ ആനച്ചന്തത്താലും വലിയ ഗജമേളയാലും ഉത്സവചന്തത്തിന്റെ പ്രൗഢി കൊണ്ടും വർണ്ണവിസ്മയത്തിന്റെ കെട്ടുകാഴ്ചകളാലും വാദ്യലഹരി കൊണ്ടുമെല്ലാം തന്നെ കണ്ണിനും കാതിനും മനസ്സിനും നൽകാഴ്ചകൾ ഒരുക്കുന്ന ആനയിടി ഗജമേളയുടെ പ്രശസ്തി ഓരോ വർഷം പിന്നിടുമ്പോഴും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആനക്കാഴ്ചകളും കെട്ടുകാഴ്ചകളും മേളാവേശവും ആരവങ്ങളും ആഹ്ലാദ ലഹരിയുമെല്ലാമായി ആനയിടി പൂരവും ഗജമേളയും ഒരിക്കൽ കൂടി വിസ്മയമായി മാറി. ഇത്തവണ 70-ൽ പരം ആനകളാണ് ആനയിടി പൂരത്തിനും ഗജമേളയ്ക്കും പങ്കെടുത്തത്. അതുപോലെ തന്നെ നിരവധി ഭക്തർ വഴിപാടായി ആനകളെ ഇവിടെ എഴുന്നള്ളിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആനകളെ കിട്ടാത്ത സാഹചര്യത്തിൽ പലരും ഏക്കത്തുക വഴിപാടായാണ് ഇവിടെ സമർപ്പിച്ചത്. എന്തായാലും ആനയിടി പൂരത്തിന്റെയും ഗജമേളയുടെയും ആവേശ കാഴ്ചകൾക്ക് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ആനപ്പെരുമയുടെ പ്രയാണം ഒരു വർഷത്തിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി അണിയറ പ്രവർത്തകരെ ഒന്ന് പരിചയപ്പെടാം. ഈ പരിപാടിയുടെ എല്ലാമെല്ലാമായ പ്രൊഡ്യൂസർ സിജു സ്നേഹപുരം, ക്യാമറമാൻ ശരത് സോപാനം, കോർഡിനേറ്റർ സുധി ഗംഗാധരൻ, പിന്നെ അലിയാരുടെ ശബ്ദത്തിന് സാമ്യമുള്ള ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് ശബ്ദം നൽകുന്ന സഞ്ജു MT, കൂടാതെ ഇനിയും ആനപ്പെരുമയോടൊപ്പം സഹകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതാണ് വിജിത്ത് നന്ദിപുലം, രഞ്ജിത്ത് ചിറ്റണ്ട, കൂടാതെ ഞങ്ങൾക്കൊപ്പം ഗോകുൽ, സിംജോ കടവി തുടങ്ങി നിരവധി പേരും സഹകരിക്കുന്നുണ്ട്. ഇതോടെ സൂര്യവുഡ് ആനപ്പെരുമയുടെ ഒരു അധ്യായത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ. മറ്റൊരു കരിവീര കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.